അപ്പോൾ ഇത് പല രീതിയിൽ നമുക്ക് കൊടുക്കാം. ക്യാപ്സൂൾ ആയിട്ട് കൊടുക്കാം, ഗുളികയായിട്ട് കൊടുക്കാം, ലിക്വിഡായിട്ട് കൊടുക്കാം, അല്ലേ? ഗുളിക സാധാരണയായിട്ട് നമ്മൾ കൊടുക്കുക ഗുളികയാണ്. ഗുളിക കഴിക്കാൻ മടിയുള്ള ആൾക്ക് എന്ത് കൊടുക്കാം? സിറപ്പ് കൊടുക്കാം. ഇനി ഗുളിക കഴിക്കാനും സിറപ്പ് കഴിക്കാനൊക്കെ മടിയുള്ള ആളുകൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ കൊടുക്കാനുള്ള രീതിയിലുള്ള ഗുളികകളുണ്ട്. ഡെപ്പോ ടാബ്ലറ്റ്സ് എന്ന് പറയും, ലോങ് ആക്ടിങ് ടാബ്ലറ്റ്സ്. ഇനിയിപ്പോൾ ഒരു ഗുളികയും കഴിക്കില്ല എന്ന് പറയുന്ന സ്കിസോഫ്രീനിയയിൽ ഇൻസൈറ്റ് കുറവാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് നമുക്ക് 2 ആഴ്ചയിൽ ഒരിക്കൽ കൊടുക്കാവുന്ന ഇഞ്ചക്ഷൻ ഉണ്ട്. ഡെപ്പോ ഇഞ്ചക്ഷൻ, ആൻറ്റിസൈക്കോട്ടിക് ഇഞ്ചക്ഷൻ മാസത്തിൽ ഒരിക്കൽ കൊടുക്കാവുന്നുണ്ട്. ഇപ്പം 3 മാസത്തിൽ ഒരിക്കൽ ഒറ്റ ഇഞ്ചക്ഷൻ വെച്ച് നമുക്ക് മാനേജ് ചെയ്യാവുന്ന ഇഞ്ചക്ഷനൊക്കെ ഉണ്ട്. നമുക്ക് തീരെ മരുന്ന് കഴിക്കാനായിട്ട് മടിയുള്ള ആളുകളും, അതുപോലെ തന്നെ ഡെയിലി നമുക്ക് ഗുളിക കഴിപ്പിക്കാൻ പ്രയാസം, ഒരു നേരം പോലും ചിലപ്പോൾ കഴിപ്പിക്കാൻ പ്രയാസമായിരിക്കും. അപ്പം അങ്ങനത്തെ ആളുകൾക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കാം. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഈ ഔഷധ ചികിത്സയെ നമുക്ക് പറയേണ്ടത്. ഈ മരുന്നുകളെ കുറിച്ച് പറയുമ്പം നമ്മുടെ സമൂഹത്തിലുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ഇതെല്ലാം ഉറക്കത്തിനുള്ള മരുന്നുകളാണ്, ഇത് കഴിച്ചാൽ രോഗി ഉറങ്ങിപ്പോവും, രോഗി അതിന് അഡിക്റ്റ് ആയി പോവും എന്നുള്ള ധാരണയൊക്കെ ഉണ്ട്. തീർച്ചയായും തെറ്റാണ്. ഒരിക്കലും ഉറക്കുകൂടികളല്ല, അഡിക്ഷൻ ഉണ്ടാക്കുന്നതല്ല. പക്ഷേ തുടർച്ചയായിട്ട് കഴിക്കേണ്ടി വന്നേക്കാം ഇത്. പിന്നെ ഇതിന് വേറെ ഈ ഗുളികളൊക്കെ കഴിച്ചാൽ കിഡ്നി പോവും, ലിവർ പോവും, ഹാർട്ട് പോവും എന്നുള്ള തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ യാതൊരു സൈഡ് എഫക്ട്സും ഉണ്ടാക്കുന്ന ഗുളികളല്ല. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ഗുളികൾ കഴിക്കുമ്പോൾ ഡോക്ടർ പറയുന്ന അളവിൽ കഴിക്കുക, ഡോക്ടർ പറയുന്ന സമയത്ത് വന്ന് ഫോളോ അപ്പ് ചെയ്യുക. ചില ടെസ്റ്റുകൾ പലപ്പോഴും വേണ്ടി വന്നേക്കാം. ഡോക്ടർ പറയുന്ന ടെസ്റ്റുകൾ ചെയ്യും, പറയുന്ന അളവിൽ പറയുന്ന കാലയളവിൽ വന്ന് കാണുകയൊക്കെ ചെയ്യണം. എന്നാൽ മാത്രമാണ് രോഗത്തിൻ്റെ ശരിക്കുള്ളൊരു ശമനം നമുക്ക് കിട്ടുകയുള്ളൂ. പിന്നെ എടുത്തു പറയാനുള്ള മറ്റൊരു ചികിത്സ ECT എന്നുള്ളതാണ്. ഷോക്ക് തെറാപ്പി എന്നൊക്കെ പറയുന്ന ചികിത്സ ഏറ്റവും സുരക്ഷിതം, സൈഡ് എഫക്ട്സ് കുറവാണ്, ഏറ്റവും സേഫാണ്. അതിൻ്റെ ഇഫക്റ്റ് ഒരു ECT കൊടുത്താൽ ഉടനെ തന്നെ ഇഫക്റ്റ് അന്ന് തന്നെ കാണും. മരുന്നുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 2-3 ആഴ്ചയൊക്കെ പിടിക്കും അതിൻ്റെ ഇഫക്റ്റ്. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ മോഡിഫൈഡ് ECT, ഇതാണ് ഈ കാണുന്ന ECT. അനസ്തേഷ്യ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അനസ്തെറ്റിസ്റ്റ് ഉണ്ട്, സൈക്കാട്രിസ്റ്റ് ഉണ്ട്, ഹെൽപ്പ് ചെയ്യാനായിട്ട് ആളുകളുണ്ട്. പക്ഷെ നമ്മൾ സിനിമയിൽ കാണുന്നത് എങ്ങനെയാണോ? ഇന്നും സിനിമയിൽ കാണുന്നത് നമ്മൾ ഷോക്ക് അടിപ്പിക്കുന്ന പരിപാടിയാണ്, അല്ലേ? ആ ഷോക്ക് അങ്ങോട്ട് തലയിൽ ആൾക്കാരിങ്ങനെ പിടിച്ച് ഇങ്ങനെ അമർത്തി പിടിച്ച് ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ മെയിൻ സ്വിച്ച് ഇങ്ങനെ ഓൺ ചെയ്യുന്നത് കാണും, അല്ലേ? മെയിൻ സ്വിച്ച് ഓൺ ചെയ്താൽ പിന്നെ ആകെ ഭയങ്കര മ്യൂസിക് ആയിരിക്കുകയാണ്. പിന്നെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആളുകൾ കഴിഞ്ഞു പോയി, പല്ലടക്കം കറുത്ത കളറായിപ്പോയി. സിനിമയിൽ കണ്ടിട്ടില്ലേ? ജഗതി ഏതോ സിനിമയിൽ പിന്നെ മുടിയൊക്കെ നോക്കുമ്പോൾ മുള്ളമ്പന്നിയുടെ മുള്ളു പോലെ നിൽക്കുന്നുണ്ട്, ആളിങ്ങനെ കരിഞ്ഞ് പല്ലൊക്കെ കറുത്തിൽ. ഇതാണ് നമ്മുടെ മാധ്യമങ്ങൾ ECTയെ കുറിച്ച് കാണിക്കുന്നത്. അപ്പോൾ ECT ആദ്യമായിട്ട് കണ്ടുപിടിച്ച ആള് നമ്മുടെ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ടാവും, അല്ലേ? 1938 2 സൈക്കാട്രിസ്റ്റുകൾ തന്നെയാണ്, യൂഗോ സെർലിറ്റി, ബിനി. ഇവരാണ് തലച്ചോറിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിച്ചിട്ട് ഒരു അവസ്മാനം പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ തലച്ചോറിൽ പല കെമിക്കൽ ചേഞ്ചസ് വരും. അത് ഇത്തരത്തിൽ അസുഖത്തിന് വളരെ ഫലപ്രദമാണ് എന്നുള്ളത് കണ്ടുപിടിച്ചത് ഇദ്ദേഹമാണ്. ആദ്യമായിട്ടൊരു സ്കിസോഫ്രീനിക് പേഷ്യന്റിൽ ഒരു 11 ECT കൊടുത്തിട്ടാണ് അദ്ദേഹം ഇത് കണ്ടുപിടിച്ചത്. ആദ്യം അദ്ദേഹം അത് പശുക്കളിലും മറ്റു മൃഗങ്ങളിലൊക്കെയാണ് ടെസ്റ്റ് ചെയ്തത് കേട്ടോ. ഈ 2 പേരെയും ഫോട്ടോ നിങ്ങൾക്ക് കാണാം. ഇതാണ് നമ്മുടെ ഈ ചികിത്സയിൽ ശരിക്കും വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റം. നമ്മുടെ സ്കിസോഫ്രീനിയ രോഗത്തിന്റെ ചികിത്സയിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റം സൃഷ്ടിച്ചൊരു ചികിത്സാ രീതിയാണ് ECT. ECTയെ പറ്റി പറയുമ്പം താളവട്ടം സിനിമ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിൽ വരുന്നതാണ്, അല്ലേ? ECT കൊടുത്തിട്ട് ലാസ്റ്റ് എല്ലാം കൊണ്ടുവരുന്ന കണ്ടില്ലേ? ഇങ്ങനെ കിടന്നിട്ടാണ് മോഹൻലാൽ വരുന്നത്, അല്ലേ? ഒരു അബോധാവസ്ഥയിലാണ് കൊണ്ടുവരുന്നത്. ആ താളവട്ടം സിനിമ ഏത് സിനിമയുടെ റീമേക്ക് ആണെന്നറിയോ? ഇംഗ്ലീഷിൽ നിങ്ങൾ കാണേണ്ട സിനിമയാണ് വൺ ഫ്ലൂ ഓവർ ദ കുക്കൂസ് നെസ്റ്റ്. ആ സിനിമയുടെ ഒരു ഇതാണ് ആവിഷ്കാരമാണ് മലയാളത്തിലുള്ള താളവട്ടം. വലിയ കുഴപ്പമില്ലാതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകും. ECTയെ കുറിച്ചുള്ളൊരു ഭയങ്കര തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നൊരു സംഭവമാണ്. ഇനി ECT ഇലക്ട്രിക് കറന്റ് അല്ലാതെ ഒരു ഹൈ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവന്നിട്ട് തലച്ചോറിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവന്നിട്ടൊരു സീഷൻ ഉണ്ടാക്കുന്നൊരു പുതിയ സംവിധാനമൊക്കെ വന്നിട്ടുണ്ട്. RTMS എന്നൊക്കെ പറയുന്നത്, കാന്തിക ECT എന്നൊക്കെ പറയും. ഇതും ഉപയോഗിക്കാനാണ് നമ്മളിപ്പോൾ അധികം ഉപയോഗിക്കാറില്ല, കാരണം അതൊക്കെ വളരെ കോസ്റ്റ്ലി ഇതാണ്. ഇനി ചികിത്സയിൽ നമുക്ക് മരുന്നുകൾ കൊടുക്കുമ്പം ആദ്യത്തെ 4 അല്ലെങ്കിൽ 8 ആഴ്ച വരെ
മരുന്ന് കൊടുത്ത് പെട്ടെന്ന് അസുഖം മാറ്റിയെടുക്കുന്ന ഒരു സംഭവമാണ്. അതായത് പെട്ടെന്നുള്ള ഹാലൂസിനേഷൻ, ഡെലിയൂഷനും വയലൻസ് ഒക്കെ കുറയും. പിന്നെ ഒരു 6 മാസം ഇങ്ങനെ മരുന്ന് ഒരു ചെറിയ ഒരു സ്റ്റെബിലൈസേഷൻ ഡോസ് എന്ന് പറയും. സാധാരണ വിട്ട് കുറച്ച് കൂടുതൽ ഡോസ് കൊടുത്തിട്ട് അവരിങ്ങനെ സ്റ്റെബിലൈസ് ആക്കിക്കും. ആകെ മൊത്തം സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ അസുഖം വരാതിരിക്കാനുള്ള മെയിൻ്റനൻസ് ട്രീറ്റ്മെൻ്റ് ആണ്. ഈ മെയിൻ്റനൻസ് ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കണക്കുകളില്ല. മിക്കവാറും സ്കീസോഫ്രീനിയ പോലുള്ള അസുഖത്തിലെല്ലാം ലൈഫ് ലോങ് തന്നെ മെഡിസിൻ വേണ്ടി വരും. അപ്പോൾ അതും നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. പേഷ്യൻ്റെ കൂടുതൽ ആളുകളെയും എഡ്യൂക്കേറ്റ് ചെയ്യണം. മരുന്ന് നിർത്തിയാൽ എന്ത് സംഭവിക്കും? റിലാപ്സ്, റെക്കറൻസ് എന്നൊക്കെ പറയും. തിരിച്ച് വീണ്ടും അസുഖം വരും. അപ്പോൾ തിരിച്ച് അസുഖം വന്നാൽ വേറെ പ്രശ്നമുണ്ട്. ഈ മരുന്ന്